സോമശേഖര, എട്ടടി മൂർഖനെന്ന് പറയുന്ന ഒരു പാമ്പുണ്ട്. മുടിഞ്ഞ വിഷവും മുടിഞ്ഞ ഓർമ്മയുമാ. നമ്മൾ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയാ വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും തിരിച്ചു പണി തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുറപ്പാ. പണി തന്ന ആ നിമിഷം സ്പോട്ടില് തീരും. അത്രയ്ക്ക് കൊടും വിഷവാ അവന്റെ നാവിൻ തുമ്പില്. അതുപോലൊരു വിഷസഞ്ചിയും കൊണ്ടാ ഞാനിപ്പോ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പുറത്തെവിടെയെങ്കിലും വെച്ച് ഒത്ത് കിട്ടിയ ഞാൻ ഈ വിഷം തുപ്പും നിന്റെ അണ്ണാക്കിനകത്തേക്ക്. 8 അടി വെക്കുന്നതിന് മുമ്പ് നീ എവിടെ ഒടുങ്ങി തീരുകയും ചെയ്യും. പോലീസ് സ്റ്റേഷനകത്ത് നിന്ന് പോലീസുകാരെ വെല്ലുവിളിക്കുന്നു. ഞാൻ വിളിക്കും. കാരണം ഞാനിപ്പോ നിരപരാധിയും നീ ഇപ്പൊ കുറ്റം ചെയ്തവനുമാ. നിന്നെ ശിക്ഷിക്കാനുള്ള വകുപ്പ് ചിലപ്പോ ഇവിടെ കാണില്ല, പക്ഷേ എന്റെ കയ്യിൽ അതുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കാണേണ്ടി വരും. ഇപ്പൊ തന്നെ കാണാടാ, പിന്നത്തേക്കാക്കുന്ന എന്തിനാ? മതി, നിർത്ത്. താൻ വാങ്ങിച്ചു കൂട്ടാൻ തന്നെ നടക്കുവാണോടോ? അല്ല സാറേ, ഇവൻ ഈ ഷോ മുഴുവൻ കാണിക്കുന്നത് നമ്മുടെ സ്റ്റേഷനകത്ത് നിന്നാ. അപ്പൊ താൻ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ എന്താ? പഴയ പോലീസുകാരന്റെ ബാഗും തൂക്കി ആ മനസ്സോടെ പുതിയ ആശാൻ കളരിയിലേക്ക് കടക്കരുത്. പൊതുജനവേ എടുത്തങ്ങ് ഉടുക്കും. റസാക്കെ, നിനക്കറിയാം എൻ്റെ മനസ്സ്, എൻ്റെ ചങ്കൂറ്റത്തിൻ്റെ ആഴവും. കീഴുദ്യോഗസ്ഥനല്ലേ, പറഞ്ഞു കൊടുത്തേക്ക്. ഇനിയുള്ള രാത്രികളിൽ ഇവന്റെ നിഴലിനൊപ്പം ഈ ശിവന്റെ നിഴല് കൂടി ഉണ്ടാവുമെന്ന്. ചവിട്ടേറ്റതല്ലേ, കൊത്താതെ പോകാൻ പറ്റില്ലല്ലോ. ഇനി ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. റിലീസിംഗ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് പോവാം മാഡം. ഒപ്പിടിക്ക്. സർ വരൂ.